ആര് വന്നാലും കുഴപ്പമില്ല. രണ്ടും വന്നിട്ട് ഒരു ഗുണവുമില്ല. പിന്നെ ഇത് നമ്മൾ എഴുതുമ്പോൾ രണ്ടുപേരും മാറി പഠിച്ചത് അറിയാവുന്നല്ലേ. ഞാൻ LDF കാരനാണ്. അപ്പം സ്വാഭാവികമായിട്ടും LDFന് മെജോറിറ്റി കിട്ടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. UDF സീറ്റ് 10-16 സീറ്റ് കിട്ടും കേരളത്തില്. ഇപ്രാവശ്യം UDF വരാനുള്ള സാധ്യത എന്നുള്ളതാണ് കാണുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ 20 സീറ്റിൽ എത്ര സീറ്റ് കോൺഗ്രസിനുണ്ടാവും? കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം നേടിയ ഇടതുപക്ഷത്തിന് ഇത്തവണ എത്ര സീറ്റ് ലഭിക്കും? ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിക്കാമോ? നമുക്ക് ജനങ്ങളുടെ അഭിപ്രായത്തിലേക്കൊന്ന് പോയി വരാം. ഇപ്രാവശ്യം UDF വരാനുള്ള സാധ്യത എന്നുള്ളതാണ് കാണുന്നത്. LDF ഭരിച്ച് ഇപ്പൊ ഇത്ര നാൾ കണ്ടതാണ്. ഇനി അവര് വീണ്ടും ഭരിച്ചാൽ ഇത്രയൊക്കെ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇനി ഒരു മാറ്റം നല്ലതാണ്. അങ്ങനെയാണ് കാണുന്നത്. ആര് വന്നാലും കുഴപ്പമില്ല. ഞാനെന്ത് പറയാനാ? നമ്മള് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളല്ലേ, അപ്പൊ നമുക്ക് അറിഞ്ഞൂടെ നമ്മുടെ കാര്യങ്ങള് ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടോ? അതിപ്പോ പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ളതുണ്ടല്ലോ. ഇത് ഒന്നും പറയാനുള്ള അക്ക ഇതാക്കണേ. ഏത് വരണമെന്നാണ് ആഗ്രഹം? ഇപ്പൊ രണ്ടും വന്നിട്ട് ഒരു ഗുണവുമില്ല. പിന്നെ ഇത് നമ്മൾ എഴുതുമ്പോൾ രണ്ടുപേരും മാറി പഠിച്ചത് അറിയാവുന്നല്ലേ. ഗുണമുണ്ടായിട്ടുണ്ട്. ഗുണങ്ങളൊന്നും രണ്ടുപേരും വെച്ചാലും എനിക്ക് പറയാനത്തുള്ളൂ. കാരനാണ്. അപ്പം സ്വാഭാവികമായിട്ടും LDFന് മെജോറിറ്റി കിട്ടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറെ അങ്ങനെ വലിയ സാഹചര്യങ്ങൾ ഞാൻ കാണുന്നില്ല. ചെറിയ രീതിയിൽ ബാധിക്കുമായിരിക്കും. പക്ഷേ സംസ്ഥാന ഭരണം വിലയിരുത്തുക തന്നെയായാലും, പക്ഷെ പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയമായിരിക്കും വിലയിരുത്തുന്നത്. UDF സീറ്റ് 10-16 സീറ്റ് കിട്ടും കേരളത്തില്. 16 സീറ്റ് എങ്കിലും കിട്ടും എനിക്ക് ഉറപ്പാ. 19 3 സീറ്റ് കുറയും. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.